നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ +1 പഠിക്കുന്ന, അത് കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഈ രണ്ട് ഓപ്ഷണൽ സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഞാനിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിന്റെ പേരാണ് ഇക്കണോമിക്സ് എന്ന് പറയും. സാമ്പത്തിക ശാസ്ത്രം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഇക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ചാനലിൽ ഇനി മുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മറ്റൊരുപാട് വീഡിയോസ് ഈ ചാനലിലുണ്ട്. മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി ഉണ്ട്, അതേപോലെ തന്നെ പൊളിറ്റിക്സ് ഉണ്ട്, അതേപോലെ തന്നെ അക്കൗണ്ടൻസി പോലുള്ള സബ്ജക്റ്റുകളൊക്കെ ഈ ചാനൽസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാവരും ദയവായി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, +1 പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഇക്കണോമിക്സിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ആദ്യമേ ഞാൻ പറഞ്ഞുതരാം. ഇക്കണോമിക്സിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ട് പാർട്ടുകളായിട്ടാണ്. എത്ര ഭാഗങ്ങളാണ്? രണ്ട് ഭാഗങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഇന്ത്യയുടെ സാമ്പത്തിക വികസനം എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗം. അതായത് അതിന്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയും. ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗവും, രണ്ടാമത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം, അതായത് സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള സാംഖികം എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗവുമാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പ്രധാനമായിട്ട് ഞാൻ എടുക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയി എടുക്കുന്നത് ഒന്നാമത്തെ ഭാഗമായ ഇന്ത്യയുടെ സാമ്പത്തിക വികസനം, അല്ലെ, അതായത് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗത്തിലെ 10 അധ്യായങ്ങളായിരിക്കും ഞാൻ ഇവിടെ എടുക്കുന്നത്. രണ്ടാമത്തെ ഭാഗം സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം എടുക്കുന്ന ഒരു അധ്യാപികയാണ്. അവരുടെ വീഡിയോസും ഉടൻ തന്നെ ചാനലിൽ ലഭ്യമായിരിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട +1 പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും ദയവായി ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റ് +1 പഠിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതേപോലെ നിർദ്ദേശങ്ങളും നിങ്ങൾ ഈ ചാനലിലെ കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾ കമന്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. എൻ്റെ പേര് ജാഫർ എന്നാണ്. ഞാൻ മലപ്പുറം ജില്ലയിലെ വൈലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഫീനിക്സ് കോളേജ് വൈലത്തൂർ എന്ന് പറയും. അപ്പം ഞാൻ ആ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ആ കുട്ടികൾക്ക് മാത്രമല്ല, മറ്റുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാം, അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വികസനം എന്ന് പറയും, അല്ലെ, ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗമാണ് നിങ്ങളോട് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എക്കണോമിക്സിന്റെ ഒന്നാമത്തെ ഭാഗമായ ഇന്ത്യയുടെ സാമ്പത്തിക വികസനം എന്ന് പറയുന്ന ഭാഗം ഞാൻ പറഞ്ഞു, അല്ലെ. ആ ഇന്ത്യയുടെ സാമ്പത്തിക വികസനം എന്ന് പറയുന്ന ഭാഗത്ത് മൊത്തം 4 യൂണിറ്റ് ഉണ്ട്. ആ 4 യൂണിറ്റിലും കൂടി മൊത്തം 10 അധ്യായങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. 4 യൂണിറ്റ് എത്ര അധ്യായങ്ങൾ? 10 അധ്യായങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റ് ആണ്. ഒന്നാമത്തെ യൂണിറ്റിന്റെ പേരാണ് ഡെവലപ്മെന്റ് ഓഫ് പോളിസീസ് ആൻഡ് എക്സ്പീരിയൻസസ്. വികസന അനുഭവങ്ങളും, അല്ലെ, അതേപോലെ തന്നെ നയങ്ങളും. വികസന അനുഭവങ്ങളും വികസന നയങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആ യൂണിറ്റ് ആണ്. അത് ഏതാണ്? 1947 to 1990, 1947 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിലെ 1947 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിലെ വികസന നയങ്ങളും എക്സ്പീരിയൻസും, ഇന്ത്യയിൽ നടപ്പാക്കിയ വികസനങ്ങൾ, അല്ലെ, ഇന്ത്യയിലെ വികസന അനുഭവങ്ങൾ, അല്ലെ, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ ചർച്ച ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ യൂണിറ്റിൽ അതിൽ പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ, ഒന്നാമത്തെ യൂണിറ്റിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ പേരാണ് ഇന്ത്യൻ ഇക്കണോമി ഓൺ ദ ഇവ് ഓഫ് ദ ഇൻഡിപെൻഡൻസ്. അതായത് പറഞ്ഞാൽ സ്വാതന്ത്ര്യ ലബ്ധി കാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച്, അല്ലെ, സമ്പദ് വ്യവസ്ഥ, ഇതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നത് എക്കണോമിക്സ് എന്താണെന്നാണ്. എന്താണ് സമ്പത്ത്, അല്ലെ, സാമ്പത്തികം, അല്ലെ, സാമ്പത്തിക ശാസ്ത്രം. അപ്പൊ എക്കണോമിക്സിന്റെ പിതാവിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. ആഡം സ്മിത്ത് എന്ന് പറയുന്നതാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ സാമ്പത്തിക ശാസ്ത്രം. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. ഇതിനെ കുറിച്ചാണ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ്. ഇവിടെ നമുക്ക് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല, സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മേഖലകളാണ് രാജ്യത്തിനുള്ളത്. ഒരു രാജ്യത്തിന് അതിന്റെ ഖജനാവിലേക്ക് വരുമാനം വരുന്നത് 3 സെക്ടറുകൾ വഴിയാണ്.
അതിന് പറയുന്ന പേരാണ് അല്ലെ സാമ്പത്തിക മേഖലകൾ, അല്ലെങ്കിൽ എക്കണോമിക് സെക്ടേഴ്സ് എന്നാ പറയാ. എന്താ പറയാ? എക്കണോമിക് സെക്ടേഴ്സ് എന്ന് പറയും. ഇത് 3 മേഖലകളാണ്. ആദ്യമായിട്ട് പറയുന്ന ഒന്നാമത്തെ മേഖലയാണ് പ്രാഥമിക മേഖല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? പ്രാഥമിക മേഖല അഥവാ കാർഷിക മേഖല അല്ലെ, അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയും, പ്രൈമറി സെക്ടർ. രണ്ടാമത്തെ മേഖല ദ്വിതീയ മേഖല അല്ലെ, സെക്കൻഡറി സെക്ടർ അല്ലെ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയും. മൂന്നാമത്തെ മേഖല നമുക്ക് എല്ലാവർക്കും അറിയാം സർവീസ് സെക്ടർ, അതായത് സേവന മേഖല അല്ലെ, തൃതീയ മേഖല ടെറിഷറി സെക്ടർ അല്ലെ, തൃതീയ മേഖല ടെറിഷറി എന്ന് പറയും, ടെറിട്ടറി എന്ന് പറയും അല്ലെ, അതായത് സേവന മേഖല. ഇങ്ങനെ 3 മേഖലയെ കുറിച്ചാണ്, ഈ 3 മേഖലകളാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലകൾ. അതായത് ഒരു രാജ്യത്തിന്റെ ഖജനാവിലേക്ക് വരുമാനം വരുന്നത് ഈ 3 മേഖലകൾ വഴിയാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏതൊക്കെയാണത്? ഒന്നാമത്തത് ഇതാണ് പ്രൈമറി സെക്ടർ, രണ്ടാമത്തത് സെക്കൻഡറി സെക്ടർ, മൂന്നാമത്തത് ടെറിഷറി. അതായത് പ്രൈമറി എന്ന് പറയുമ്പോൾ കാർഷിക മേഖല അല്ലെ, പ്രാഥമിക മേഖല. രണ്ടാമത്തത് വ്യവസായ മേഖല, സെക്കൻഡറി സെക്ടർ അല്ലെ. മൂന്നാമത്തത് എന്ന് പറയാ ടെറിഷറി അല്ലെ, തൃതീയ മേഖല സേവന മേഖല. കൃഷി നിങ്ങൾക്ക് അറിയാം, കാർഷിക മേഖല, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ ഒന്നാമത്തെ മേഖലയിൽ പെടുന്നുണ്ട്. കൃഷി അല്ലെ, കൃഷി എന്ന് പറയുന്ന ഭൂമിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനവും കൃഷിയിൽ ഉൾപ്പെടുത്താം അല്ലെ, അതാണ് ഒന്നാമത്തെ മേഖല. രണ്ടാമത്തെ വ്യാവസായികം അല്ലെ, മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത്, മനുഷ്യൻ നിർമ്മിക്കുന്നത്, ബിൽഡിങ്സ്, കാര്യങ്ങൾ, മനുഷ്യണ്ടാക്കുന്ന സാധനങ്ങൾ, അതാണ് വ്യാവസായിക മേഖല. മൂന്നാമത് സർവീസ്, സേവനങ്ങൾ, മനുഷ്യൻ ചെയ്യുന്ന സേവനങ്ങൾ. നമ്മൾ ചെയ്യുന്ന, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി സേവനമാണ്, ടീച്ചിങ് അല്ലെ, ഇതൊക്കെ സേവന മേഖല. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, വാഹനങ്ങൾ, പിന്നെ അതേപോലെ ടെലഫോൺസ് അല്ലെ, ഇൻഷുറൻസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവന മേഖലയിൽ പെടും. അപ്പോ ഇങ്ങനെ 3 മേഖലകളായിട്ടാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലകളെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക രാജ്യമാണ് ഇത്, വികസ്വര രാഷ്ട്രമാണ് ഇത് ഇന്ത്യ. നമുക്ക് എല്ലാവർക്കും നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പ്രധാനമാണ് അപ്പോ 2000 അതേപോലെ 2010 GDP കണക്ക്. GDP എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് അകത്തുള്ള വരുമാനം, അതിനെ കുറിച്ച് വിശദമായി പറയാം കേട്ടോ. GDP എന്താണെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. GDP, GNP, NNP അല്ലെ, GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധന സേവനങ്ങളുടെ മൊത്തം പണാത്മക മൂല്യത്തിനെ പറയുന്ന പേരാണ് GDP. വിശദമായി പിന്നീട് പറയാം. ഓക്കെ, ഇവിടെ GDP എന്ന് പറയുന്ന രാജ്യത്തിന് അകത്തുള്ള വരുമാനമാണ് അല്ലെ. ഈ രാജ്യത്തിന് അകത്തുള്ള വരുമാനം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് 2010 ആ 10 വർഷത്തെ കാലത്തിലെ വളർച്ച എന്ന് പറയുന്നത് 7.3%, 7.3% വളർച്ച. അത് 2015 മുതൽ 16 വരെയുള്ള വർഷത്തെ കാലമായപ്പോഴേക്കും 7.6. ഇപ്പൊ ഏകദേശം എന്താ പറയാ, പുതിയ സർക്കാരിന്റെ ചില നയങ്ങൾ കാരണം അല്ലെ നമ്മുടെ സാമ്പത്തിക മേഖല ഏകദേശം ചെറിയൊരു തകർച്ച സംഭവിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളത് തിരിച്ചു വരുന്നതായിരിക്കും. കാരണം അത്രയും വലിയൊരു സാമ്പത്തിക രാജ്യമാണത് ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാനവ വിഭവശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ. ഒരുപാട് കഴിവുള്ള മനുഷ്യ വിഭവശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ. അതേപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നുണ്ട് അല്ലെ. മറ്റു രാജ്യങ്ങൾ ഇപ്പൊ ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വികസ്വര രാജ്യങ്ങളിൽ 2ാം സ്ഥാനം ആർക്കുണ്ട്? ചൈന കഴിഞ്ഞ ഇന്ത്യക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. പക്ഷെ ഇന്ത്യക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ മറികടക്കാൻ ഇന്ത്യക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് പോവർട്ടി, ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അത് ഇന്ത്യ മഹാരാജ്യത്തിനെ സംബന്ധിച്ച് തുടച്ചു നീക്കാൻ കഴിയാത്ത ഒരു വലിയൊരു പ്രതിസന്ധി ദാരിദ്ര്യം. പിന്നെ അതേപോലെ തന്നെ അസമത്വം അല്ലെ, ഇൻഇക്വാലിറ്റി അല്ലെ, അതൊക്കെ സ്വാഭാവികമായിട്ട് അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം, വിശദമായി ചർച്ച ചെയ്യാനുള്ള ഭാഗങ്ങളാണൊക്കെ. ഞാൻ ഇവിടെ നമുക്ക് പഠിക്കാൻ പോകുന്നത്, ഈ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഇവ് ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെ, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ് പഠിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. ഓക്കെ, ഇവിടെ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മുടെ ഈ അധ്യായത്തിലെ ഫസ്റ്റ് ഭാഗം അല്ലെ, അതായത് ഇദ്ദേഹത്തിന്റെ പേര് നമുക്കറിയാം, സ്വാതന്ത്ര്യ ലബ്ധി കാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. സ്വാതന്ത്ര്യം കിട്ടുമ്പോഴുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഭൂതകാലത്തിന്റെ ശിശുവാണെന്ന് വർത്തമാനകാലം. ഭാവിയാകട്ടെ അല്ലെ, വർത്തമാനകാലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, ഭാവിയിലെ ഇന്ത്യൻ സമ്പദ് അവസ്ഥ എന്താകുമെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നാം ആദ്യം എവിടുന്ന് പഠിക്കണം? ഭൂതകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കണം. ഭൂതകാലത്തിലൂടെ ഭാവിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? വർത്തമാനത്തിലൂടെ നമുക്ക് എവിടെ എത്താം? ഭാവിയിലേക്ക് എത്താം. അപ്പൊ നാം ആദ്യം പോകുന്നത് ശരിക്കും എടുക്കുക, ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലെ ഹെഡിങ് പറയുന്നത്
അല്ലെ ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദ അണ്ടർ ദ കൊളോണിയൽ റൂൾ എന്ന് പറയും. ബ്രിട്ടീഷ് ഭരണകാലത്തെ അതിപരിമിതമായ സാമ്പത്തിക വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം 18-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം വരെ അല്ലെ ഏകദേശം 2 നൂറ്റാണ്ട് കാലം അല്ലെ 200ഓളം കൊല്ലം ഇന്ത്യയെ അടക്കി ഭരിച്ചു ഏത് ഭരണം? യൂറോപ്യന്മാർ അല്ലെ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപന്മാരായ ബ്രിട്ടീഷുകാർ അല്ലെ ഇന്ത്യയെ 2 നൂറ്റാണ്ട് കാലം അടക്കി ഭരിച്ചു. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരന്റെ ബൂട്ട്സിന്റെ കീഴിലായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ ചരിത്രം പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയുന്ന കാര്യമാണത്. 2 നൂറ്റാണ്ട് കാലത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം നാം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്തെ അതിപരിമിതമായ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക വികസനത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ പറയുന്നുണ്ട് ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പുള്ള അവസ്ഥ. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പുള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മീൻസ് ഇവിടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ മനസ്സിലല്ലേ, കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല, അതായത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇത് മനസ്സിലാക്കുക, ഇത് മൈൻഡിൽ വെക്കുക നിങ്ങൾ. സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ 3 മേഖലകളാണ്. ഈ 3 മേഖല വരുമാനം വന്നു കഴിഞ്ഞാൽ രാജ്യത്തിനെ സംബന്ധിച്ച് ഖജനാവിലേക്ക് വരുമാനം വന്നാൽ മാത്രമേ ആ രാജ്യത്തിനെ സംബന്ധിച്ച് നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഖജനാവിലേക്ക് വരുമാനം വരുന്ന ഈ 3 മേഖലകളോടെയാണ്. ഈ 3 മേഖലകൾ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലേക്ക് വെക്കുക. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക സമ്പദ് വ്യവസ്ഥയോട് പൊരുത്തപ്പെട്ടു പോകുന്ന സമ്പദ് വ്യവസ്ഥയാണ്. അതായത് പറയാനുള്ള കാരണം ലോകത്തിലെ എല്ലാ ഒരുവിധം രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്ക് എന്തുണ്ട്? കച്ചവടം വന്നിട്ടുണ്ട്. നമുക്കറിയാം യൂറോപ്യന്മാര് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എത്തിയ 1498 ഇന്ത്യയിലേക്ക് എത്തിയ പോർച്ചുഗീസുകാരുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ കോൺക്വസ്റ്റ് ചെയ്യുക എന്നതായിരുന്നു, കീഴടക്കുക എന്നതായിരുന്നു. അതിന്റെ ശ്രമഫലമായിക്കൊണ്ടാണ് ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടുപിടിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് പ്രാചീന കാലം മുതൽ അറബികളുമായിട്ടും അതേപോലെ തന്നെ ചൈനക്കാരുമായിട്ടും സിറോൺകാരുമായിട്ടൊക്കെ നല്ല കച്ചവടം, റോമാക്കാരുമായിട്ടൊക്കെ നല്ല കച്ചവടം എന്ന് ഇന്ത്യക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം പഴയ കാലത്തെ ഇന്ത്യയിലെ സഞ്ചാര സാഹിത്യം എഴുതിയ അൽബിറൂണി, ഇബിൻ ബത്തൂത്ത പോലുള്ള ഫ്രാങ്കോയിസ് ബേർണിയർ പോലുള്ള സഞ്ചാര സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച്, ഇന്ത്യൻ സാമ്പത്തിക പ്രാചീന കാലത്തെ ബ്രിട്ടീഷർ വരുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏറെക്കുറെ വികസിതമാണ്. അത് വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ ആരംഭിക്കുന്നതിന് മുമ്പ് വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ ആരംഭിക്കുന്നതിന് മുമ്പുള്ള സമ്പദ് വ്യവസ്ഥയുമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പൊരുത്തപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത്. ലോകത്തിൽ എല്ലായിടത്തും ഇന്ത്യക്ക് വിപണിയുണ്ട്. മാത്രമല്ല ഇന്ത്യയിലെ പല ഉൽപ്പന്നങ്ങൾക്കും ലോകത്തിൽ എല്ലായിടത്തും വൻ ഡിമാൻഡാണ്. അതിൽ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് ഡെക്കാൻ മസ്ലിൻ, ബംഗാൾ കാലിക്കോ, കാശ്മീർ ഷാൾ പോലുള്ള ഉൽപ്പന്നങ്ങൾ ലോകത്തിൽ എല്ലായിടത്തും വൻ ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങളായിരുന്നു സ്വാഭാവികമായിട്ടും. അപ്പൊ അത്രയേറെ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇത്രയേറെ പ്രാതിനിധ്യം തെളിയിച്ച അക്കാലത്ത് ഇന്ത്യ മഹാരാജ്യം ആൻഷ്യൻ പീരീഡിലെ അവസ്ഥയാണ്. പ്രാചീന കാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അവസ്ഥയാണ്. ലോക സമ്പദ് വ്യവസ്ഥയിൽ പൊരുത്തപ്പെട്ടു പോകുന്ന ഈ വലിയൊരു സമ്പദ് വ്യവസ്ഥ പിന്നീട് എങ്ങനെയാണ് തകർന്നത്? 1757 പ്ലാസി യുദ്ധത്തോടു കൂടി ഇന്ത്യയുടെ ഭരണം യൂറോപ്യൻ ശക്തികളിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാരന്റെ കൈകളിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സാമ്പത്തിക മേഖല പതുക്കെ തകരാൻ തുടങ്ങി. അതുവരെ വികസിതമായിരുന്ന ലോക സമ്പദ് വ്യവസ്ഥയോട് പൊരുത്തപ്പെട്ടു പോകുന്ന സമ്പദ് വ്യവസ്ഥ തകരാൻ തുടങ്ങി. അതിന് പ്രധാനമായിട്ടും എന്റെ വിദ്യാർത്ഥികൾ നിങ്ങൾ പഠിക്കേണ്ടത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും തകരാനുള്ള കാരണം 2 പോളിസീസ് ആണ്. 2 economic policies എന്ന് പറയും. 2 സാമ്പത്തിക നയങ്ങളാണ്. അതിലൊന്നാമത് ഞാൻ പറയുന്നു, ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്കുള്ള ഉറവിടമായി ഇന്ത്യയെ ഉപയോഗിക്കുക. ഇതായിരുന്നു ഒന്നാമത്തെ പോളിസി. മനസ്സിലാക്കി വെക്കുക. ഒന്നാമതാണ് ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായുള്ള അസംസ്കൃത വസ്തുക്കൾക്ക് ഉറവിടമായി ഇന്ത്യയെ മാറ്റുക. രണ്ടാമത്തതോ ഈ ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾക്കുള്ള വിപണി, മാർക്കറ്റ്, അങ്ങാടിയാക്കി മാറ്റുക. ഈ 2 പോളിസിയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തത്. അതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ സാമ്പത്തിക മേഖല ബ്രിട്ടീഷ് ഭരണകാലത്ത് അല്ലെങ്കിൽ എന്താ പറയാ ആ 2 നൂറ്റാണ്ട് കാലഘട്ടത്തിലെ ഭരണത്തോടു കൂടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകരാനുള്ള കാരണം. അപ്പൊ ആ 2 പോളിസീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കുക, മറക്കരുത്. എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ
ലോക സമ്പദ് വ്യവസ്ഥകൾ പൊരുത്തപ്പെട്ടു പോകുന്ന സമ്പദ് വ്യവസ്ഥ. ലോകത്ത് എല്ലായിടത്തും ഇന്ത്യക്ക് വിപണിയുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. ലോകത്തിൽ അത്രയധികം സമ്പത്തും സമ്മതമല്ല രാജ്യമാണ് ഇന്ത്യ. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ വന്നു, സ്ഥിതിഗതികൾ മാറി. എന്താ കാരണം? ബ്രിട്ടീഷുകാർ 2 പോളിസീസ് അഡോപ്റ്റ് ചെയ്തു. ഒന്നാമത്തെ പോളിസിയുടെ പേരാണെന്ത്? ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്ക് ഉറവിടമായി ഇന്ത്യയെ മാറ്റുക. രണ്ടാമത് ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾക്ക് വിപണിയായിട്ട് ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുക. ഈ 2 പോളിസീസ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്താക്കി? തകിടം മറിച്ചു. അപ്പൊ അതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ദ കൊളോണിയൽ ബ്രിട്ടീഷ് ഭരണകാലത്തെ അതിപരിമിതമായ സാമ്പത്തിക വികസനം ഉണ്ടായിട്ടുണ്ട് ചെറിയ തോതിൽ. പക്ഷെ എന്താ പറയാ, അതിപരിമിതമായിരുന്നു സാമ്പത്തിക വികസനം. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്? വിശദമായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ 2 പോളിസീസ് ആണ്. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ 2 പോളിസീസ്. എന്താ? ഒന്നാമത് ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്ക് ഉറവിടമായി ഇന്ത്യയെ മാറ്റുക, ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾക്കുള്ള വിപണിയായിട്ട് ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുക. ഈ 2 പോളിസീസ് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തപ്പോൾ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യയിലെ കരകൗശല മേഖല, ബ്രിട്ടീഷ് കരകൗശല മേഖല, ഡെക്കാൻ മസ്ലിൻ, ബംഗാൾ കാലിക്കോ, കാശ്മീർ ഷാൾ പോലെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കരകൗശല മേഖലയൊക്കെ തകരാൻ തുടങ്ങി. കാരണം ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. ഇന്ത്യയിലെ വ്യവസായങ്ങൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയില്ല അവര്. ഇന്ത്യയിൽ ഓഹരി വരുമാനം പോലും കണക്കാക്കാൻ അവർ തയ്യാറായില്ല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യൻ കാർഷിക മേഖല, കൃഷി നശിക്കാൻ തുടങ്ങി. കാരണം ബ്രിട്ടീഷുകാരുടെ അസംസ്കൃത വസ്തുക്കൾ വിപണിയായിട്ട് മാറ്റുന്നത്. കാരണം അവരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കാനുള്ള സ്ഥലമായി ഇന്ത്യയെ കണക്കാക്കി. പരുത്തി, ചണം പോലുള്ള സാധനങ്ങളൊക്കെ അത് ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല ഇന്ത്യയിലെ ആളുകളുടെ ഓരോരുത്തരെയും വരുമാനം, ഓഹരി വരുമാനം, PCI പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് പഠിക്കാനൊക്കെ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. GDP എന്താണെന്നും GNP എന്താണെന്നും. GDP എന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GNPO ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, NNPO നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്. PCI പെർ ക്യാപിറ്റ ഇൻകം, ഓഹരി വരുമാനം, ഇതൊക്കെ ചർച്ച ചെയ്യാണ്ട്. ഇതൊന്നും കണക്കാക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം തയ്യാറായില്ല. ആകെ തകർന്ന് തരിപ്പണായി പോയി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ഇവിടെ പറയുന്നുണ്ട്, വിശദമായി പറയുന്നത് എന്താണ്? ഇത്തരം ഒരു നയം, ഏത് നയം? ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉറവിടമായി ഇന്ത്യയെ രൂപീകരിക്കുക, ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കളുടെ വിപണിയായി ഇന്ത്യയെ മാറ്റുക. ഈ 2 പോളിസിയിലെ ഇത്തരം ഒരു നയം ഇവിടെ പറയുന്നു ബ്രിട്ടീഷ് താല്പര്യങ്ങൾക്ക് അനുഗുണവും ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് ഹാനികരവുമാണെന്ന് പറയേണ്ടതില്ലല്ലോ. തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ കുടിൽ വ്യവസായങ്ങളെ തകർത്തിക്കളഞ്ഞു. മാത്രമല്ല ഇവിടെ പറയുന്നതാണ്, ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ, ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ഉപജീവന മാർഗം മുട്ടാൻ ഇത് കാരണമായി. മാത്രമല്ല എന്ന് പറയാ, ബ്രിട്ടീഷ് സാമ്പത്തിക നയം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സ്തംഭനാവസ്ഥയിലാക്കി. ഇന്ത്യയുടെ GDP ഒരിക്കലും മേൽഗതി ഉണ്ടായില്ല. ഇന്ത്യയുടെ ദേശീയ വരുമാനമോ ഓഹരി വരുമാനമോ കണക്കാക്കാൻ പോലും ആര് തയ്യാറായില്ല? ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. ഇതൊക്കെ ഇവിടെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ 2 പോളിസി അത് മറക്കാൻ പാടില്ല. നിങ്ങൾ 2 പോളിസീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 പോളിസീസ് അതിൽ തന്നെ പറയുന്നുണ്ടെന്ന് പറയാ, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ഓഹരി വരുമാനം പോലും കണക്കാക്കാൻ തയ്യാറായില്ല. പക്ഷേ അക്കാലത്ത് കുറച്ച് രാജ്യസ്നേഹികളായ കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഇന്ത്യയുടെ ദേശീയ വരുമാന കണക്ക് തയ്യാറാക്കി. അവരുടെ പേരുകളും പഠിക്കാം നമുക്ക്. ആ പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്താണ് അവിടെ പറയുന്നു, പ്രഗത്ഭരായ ചില വ്യക്തികൾ അവരിൽ പ്രമുഖരാണ് ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. ദാദാഭായ് നവറോജി അതേപോലെ തന്നെ വില്യം ഡിഗ്ബി, അതേപോലെ തന്നെ ഇവിടെ പറയുന്നു VKRB റാവു, അതേപോലെ തന്നെ ഫിൻലെ ഷിറാസ്, അതേപോലെ തന്നെ RC ദേശായി. ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത്, ബ്രിട്ടീഷുകാരുടെ ആ കിരാത ഭരണകാലത്ത് ഇന്ത്യയുടെ ഓഹരി വരുമാനവും GDP കണക്കും തയ്യാറാക്കിയ മഹാരഥന്മാർ. ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബി, ഫിൻലെ ഷിറാസ്, VKRB റാവു, RC ദേശായി, ഇവരെ പോലുള്ള രാജ്യസ്നേഹികളായ ഈ ആളുകളാണ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ ദേശീയ വരുമാന കണക്കുകൾ തയ്യാറാക്കിയത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്റർ, ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്ന ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എല്ലാവരുടെയും കണക്ക് സംബന്ധിച്ച എല്ലാവരുടെയും കണക്ക് വളരെ തുല്യമാണ്. എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ വാർഷിക വളർച്ച നിരക്ക് 2% താഴെയാകുമെന്ന് എല്ലാ പഠനങ്ങളും കണ്ടു. ഓഹരി വരുമാനത്തിന്റെ വളർച്ച നിരക്ക് ഏതാണ്ട് 0.5%. ശരിക്കും ഇന്ത്യയുടെ വാർഷിക വളർച്ച GDP വളർച്ചാ നിരക്ക് ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം, 2% താഴെയാണ്.
അല്ലെ 2010 GDP കണക്കെടുത്ത് നോക്കുമ്പോൾ 7.3 പറഞ്ഞല്ലോ. അന്നത്തെ വളർച്ച 2% ആളോഹരി വരുമാനോ, ഒരു വ്യക്തിയുടെ വരുമാനം, വ്യക്തിഗത വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളോഹരി വരുമാനം എന്നാ ഒരു ജനസംഖ്യയിലെ ഓരോരുത്തരുടെ വരുമാനം കണക്കാക്കുക അല്ലെ. ഈ ജനസംഖ്യയുടെ ഓരോരുത്തരുടെ വരുമാനം കണക്കാക്കുമ്പോൾ അത് 2.5% താഴെയാണ്. ആളുകൾക്ക് വരുമാനമില്ല. അപ്പോ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെ സ്തംഭനാവസ്ഥയിലായിരുന്നു. അതാണ് ഈ ഹെഡിങ്ങിൽ പറയുന്നത്. എന്താണ്? ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ദ കൊളോണിയൽ റൂൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അവസ്ഥ ഇതാണ് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗവുമായിട്ട് ഞാൻ വരാം. കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇത് കുറച്ച് ലെങ്ത് വീഡിയോ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം, ഇന്ന് നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകരാനുള്ള പ്രധാന കാരണം എന്താ? 2 പോളിസീസാണ്, 2 എക്കണോമിക് പോളിസീസ്. അത് മറക്കാൻ പാടില്ല. ഇതിങ്ങനെ വലിച്ച് നീട്ടി പോകില്ല കേട്ടോ. ഇനി സ്പീഡായിട്ട് പാഠഭാഗങ്ങൾ പോകും. പക്ഷേ ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് കുറച്ച് ഇൻട്രൊഡക്ഷൻ തരണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തത്. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ വിദ്യാർത്ഥികളും സുരക്ഷിതരായിട്ട് വീട്ടിലിരിക്കുക. അനാവശ്യമായിട്ട് പുറത്തുനിന്ന് ഇറങ്ങാതെ നമ്മുടെ കൊറോണയുടെ പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് അല്ലേ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, പാഠഭാഗങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിശദമായി തന്നെ എക്കണോമിക്സ് ചർച്ച ചെയ്യാണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എക്കണോമിക്സ് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇന്ത്യയുടെ സാമ്പത്തിക വികസനം, മറ്റൊന്ന് അല്ലേ ഇന്ത്യയുടെ എന്താ പറയുക സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയും. ഇല്ല, 2 സ്റ്റാറ്റിയും അതേപോലെ തന്നെ സാമ്പത്തിക വികസനം എന്ന് പറയുന്ന 2 ഭാഗങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യുക. അതിൽ സാമ്പത്തിക വികസനം എന്ന് പറയുന്ന എക്കണോമിക്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗമാണ്, ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. അതിൽ 10 ചാപ്റ്റർ ഉണ്ട്. ഒന്നാമത്തെ ചാപ്റ്റർ ഈ പറയുന്നത്, ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഞാൻ പറഞ്ഞു അല്ലെ, സ്വതന്ത്ര വ്യക്തിക്കാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ഇത്രയും കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും എല്ലാവിധ ആശംസകളും ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.